ആഗോലി രണ്ട് തരത്തിലുണ്ട്. വെള്ള ആഗോലിയുണ്ട്, കറുത്ത ആഗോലിയുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കറുത്ത ആഗോലിയാണ്. വെള്ള ആഗോലിക്കാണ് ഏറ്റവും വില കൂടുതൽ. കറുത്ത ആഗോലിക്ക് എനിക്ക് തോന്നുന്നു 300-400 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഈ വെള്ള ആഗോലി നമുക്ക് ഭയങ്കര എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കറുത്ത ആഗോലി അങ്ങനെയല്ല. നമ്മൾ സൈഡ് രണ്ടും മുള്ളുകളെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞതിന് ശേഷം കത്രികയാണ് എളുപ്പം. അപ്പോൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഈ പുറത്ത് നല്ല കറുപ്പ് നിറത്തിൽ ഉള്ള ആ സ്കിന്ന് ഫുള്ള് നമ്മൾ കല്ലിലിട്ട് തേച്ച് കഴുകി കളയണം. അപ്പോൾ നല്ലപോലെ വെളുത്ത് ലാസ്റ്റ് വരും. അത് മൊത്തം ഉളുമ്പാണ്. അപ്പം ഇങ്ങനെ തേച്ച് കളയണം. പക്ഷെ വെള്ള ആഗോലിക്ക് അതല്ല. വെള്ള ആഗോലിക്ക് ജസ്റ്റ് ആ സൈഡിലെ 2 മുള്ളുകളും വെട്ടിക്കളഞ്ഞ് കുടലും അതിൻ്റെ വയറിലേക്ക് അഴുക്കുകളൊക്കെ കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വെച്ചെടുക്കാം. പക്ഷേ കറുത്ത ആഗോലിക്ക് ഇച്ചിരി പണിയാണ്. അതിൻ്റെ ആ സ്കിന്നും പുറത്തെ ആ ചെതുമ്പൽ കാര്യമായിട്ടില്ല എങ്കിലും ആ ഒരു നിങ്ങൾക്കറിയാം, തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ മീൻ ഒന്ന് ഫുൾ കറുത്തിരുന്നു. പിന്നെ അത് തേച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കളറിലുള്ള വ്യത്യാസം. അപ്പോൾ അത്രയും ഉളുമ്പും അഴുക്കുമുണ്ട്. അത് നമ്മൾ നന്നായിട്ട് തേച്ച് കളയണം. മീനുകളിൽ ഏറ്റവും രുചിയുള്ള ഒരു മീൻ തന്നെയാണ് ഈ ആഗോലി. ഇത് നമുക്ക് വറുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മപ്പാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. മപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഇറച്ചിക്കറി വെക്കുന്നത് പോലെ അങ്ങനെ വെക്കും. അങ്ങനെ ഏത് വിധത്തിൽ വെച്ചാലും വളരെ ടേസ്റ്റുള്ള ഒരു മീനാണ് ആഗോലി. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാൻ പലർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയില്ലാത്തത് മൂലം നമുക്ക് ഇത് വാങ്ങാത്തവരുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് ഉപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കല്ലിൽ തേച്ച് കഴുകുക. അപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ ആദ്യം കല്ലുപ്പ് വെച്ച് ജസ്റ്റ് നന്നായിട്ട് തേക്കുക, എന്നാലാണ് അതിൻ്റെ ഉളുമ്പ് പോവുള്ളൂ. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് വിനാഗിരി ഉണ്ടല്ലോ, നമ്മൾ മെക്കാനിക്കൽ സിന്തറ്റിക് വിനാഗിരി, ആ വിനാഗിരി ഉപയോഗിച്ച് അതിൻ്റെ പുറം മൊത്തം നന്നായിട്ട് ഒന്നുകൂടി കഴുകി കളയുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. തീരെ ഉളുമ്പ് പ്രശ്നമാകത്തില്ല. ഈ വീഡിയോയിൽ ജസ്റ്റ് കട്ടിങ്ങും ക്ലീനിങ്ങും മാത്രമേ ഉള്ളൂ കേട്ടോ. ഫിഷ് കറി വയ്ക്കുന്നതൊന്നുമില്ല. അത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതിങ്ങനെ എല്ലാം നല്ല ക്ലീനാക്കി നമ്മളെല്ലാ മീനുകളും ഇതുപോലെ തന്നെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തലയും അതിൻ്റെ വയറിൻ്റെ ആ ഭാഗങ്ങളും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കാം. അപ്പോൾ തലയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് കീറി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ആ കുടലും മണ്ടമൊക്കെ പെട്ടെന്ന് തന്നെ പോരും. അതുപോലെ എല്ലാ മീനുകളും ജസ്റ്റ് നമുക്കങ്ങനെ തന്നെ ക്ലീൻ ചെയ്യാം. ഇനിയിപ്പം തല ഒട്ടും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ആ തലയുടെ മൊത്തം ഭാഗം കട്ട് ചെയ്ത് എണ്ണയിലും എടുക്കാം. പക്ഷേ മീനിൻ്റെ തലഭാഗം നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് മുകളിലെ ഒരു കുറച്ച് ഭാഗം, ആ കണ്ണിൻ്റെ ആ ഒരു ഭാഗം മാത്രം കളഞ്ഞാൽ മതി. ഇത് ശരിക്കും കത്തി കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് കത്രിക, നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആ തലയുടെ ആ ചെകിളെ ഒന്ന് പൊളിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ കത്രികയ്ക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കത്തി കൊണ്ട് ചെയ്യുന്നത്. അപ്പം കത്രിക ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ. പിന്നെ ഒരു താമസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് കല്ലിൽ തേച്ച് അതിൻ്റെ ആ ഒരു ഉളുമ്പും ചെതുമ്പലും ഒക്കെ കളയുന്ന ആ ഒരു സമയം മാത്രമാണ് നമുക്ക് മെനക്കേടുള്ളൂ. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് ഈ തലയെല്ലാം ജസ്റ്റ് നന്നായിട്ട് വേവിച്ച് നമുക്ക് കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കോഴി മുട്ടയിടും. അപ്പോൾ മീനിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കൂട്ടുന്ന വേവിച്ച് അത് കോഴിക്ക് കൊടുക്കുന്നതിൻ്റെ ഉപയോഗവും അതെങ്ങനെയാണ് ചെയ്യുന്നതും എന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അത് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് മുട്ടകൾ ഒക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ആഗോലി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ. ഓക്കെ, നന്ദി, നമസ്കാരം.